ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ല എല്ലാവർക്കും. ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ചാളല്ല ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ചോദിച്ചൊരു വീഡിയോ ആണ്. ഇത്ത ബ്രോസ്റ്റഡ് ഉണ്ടാക്കുമെന്നും ചോദിച്ചു. ബ്രോസ്റ്റഡ് ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അറിയാമെന്നാട്ടാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഓൽക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇത്ര ചിക്കൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പീസ് ചിക്കൻ എടുക്കട്ടെ. അപ്പോൾ കൂടുതലും ഞാൻ തന്നെയാണ് ചിക്കന് കട്ട് ചെയ്തിട്ട് എടുക്കൽ. കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു രീതിക്കൊക്കെ ആവും കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ 2-3 വര അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വര കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ മുറിച്ചാലും ഒരു ആടിയ പോലെ ഉണ്ടാവുക ചിക്കന്. പിന്നെ നമുക്ക് ചിക്കൻ സ്ട്രിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതുണ്ടല്ലോ, നമ്മളെ ചിക്കൻ്റെ പിന്നെ ബ്രസ്റ്റ് ഭാഗത്തുള്ള പീസസ് എടുത്തിട്ട് നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്ട്രിപ്സ് ആയിട്ടും അത് അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേങ്കിൽ എപ്പം ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴല്ലോ കുറച്ച് കൂടുതലായിട്ട് എല്ലുള്ള പീസുകൾ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. അത് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ലെമൺ ചേർക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ ചേർക്കട്ടെ. അത് രണ്ടും ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കട്ടെ. ഞാനിപ്പോൾ കുരുമുളക് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇത് ഞാനൊരു നാടൻ മസാല ഉണ്ടാക്കിയ അങ്ങനെ കൊടുക്കുന്നത്. നമുക്കൊരു എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മസാല ആകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് പിന്നെ അധികം സ്പൈസി ഒന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള വേണം മതിയെങ്കിൽ വെറും ഉപ്പും കുറച്ച് ലെമണും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇതിലേക്ക് കുരുമുളക് ചേർക്കട്ടെ. ഞാൻ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ കുരുമുളക് ചേർക്കുന്നില്ല. എന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് അങ്ങ് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും ഒരു 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ എത്രത്തോളം ചിക്കൻ്റെ പീസ് ഉണ്ട് അതിന് കണക്കായിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങളടുത്ത് കുറേ ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഈ ഒരു മിക്സും കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. മൈദ എടുക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ കൂടി മിക്സ് ആക്കിയാലുണ്ടല്ലോ ഈ മൈദ പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല. ഈ ബ്രോസ്റ്റഡിൻ്റെ പൊടിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചിക്കനൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം മൈദ എടുക്കാൻ ശ്രമിക്കാം. മൊത്തത്തിൽ 1 കപ്പ് ഫ്ലോർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മൈദ എടുക്കുക, ഒരു 1/4 കപ്പ് കോൺഫ്ലോറും എടുക്കട്ടെ. അതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്ക്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മിക്സിൻ്റെ പണിയും കഴിഞ്ഞു. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മൊത്തം ഒരു 5-10 പീസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 മുട്ട എടുത്തത്. കാരണം അതിലേക്ക് മുക്കി എടുക്കണമല്ലോ, അതുകൊണ്ട് 2 മുട്ടേൻ്റെ ആവശ്യം ഉണ്ടാവും. എന്നാലും കുറച്ച് വേസ്റ്റ് ചെയ്യണം, എന്നാലും നമുക്ക് 2 മുട്ട എടുക്കാണ്ട് എത്തൂല കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടെ. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ആദ്യം പിന്നെ മിക്സ് ചെയ്ത് വെച്ച ഫ്ലോർ ഉണ്ടല്ലോ, ആ ഫ്ലോറിന് ഒരു 1/2 ടീസ്പൂൺ ഫ്ലോർ എടുത്തിട്ട് നമ്മളെ മുട്ടേൻ്റെ മിക്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഒരു ഫോർക്കോ വിസ്കോ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു ബ്രോസ്റ്റഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിന് പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ആവശ്യമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മിക്സും ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കുക. നമ്മൾ ഓരോ ചിക്കൻ എടുക്കുക. ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച ഫ്ലോറിൽ മുക്കുക. എന്നിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മൾ മുട്ടേൻ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് മുക്കുക. എന്നിട്ട് നല്ലോണം മുക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ എടുത്ത് വെച്ച ഫ്ലോർ ഉണ്ടല്ലോ അതിലിട്ടിട്ട് നല്ലോണം കുടഞ്ഞെടുക്കട്ടോ. ഇത് സംഭവത്തിൽ നമ്മൾ 2 കൈ വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു കൈ കൊണ്ട് മുട്ടേൻ്റെ ഫ്ലോറിലേക്ക് മുക്കുക. എന്നിട്ട് പിന്നെയും പിന്നെ നമ്മൾ ആക്കി വെച്ച ഫ്ലോറിലേക്ക് മുക്കിയെടുക്കേണ്ടത്. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കത് നടക്കുന്നില്ല കേട്ടോ. ഒരു കൈ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു മെസ്സി ആയിട്ടുള്ള കാര്യമായിട്ടാണ്. പക്ഷെ എന്നാലും ഇതുപോലത്തെ ഒരു ഷീറ്റോ എന്തെങ്കിലും അടിയിൽ വെച്ചാൽ നല്ല സിമ്പിളായിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ പൊടി ഇങ്ങനെ കുടഞ്ഞെടുക്കുമ്പോണ്ടല്ലോ എങ്ങനെയായാലും നമുക്ക് താഴെപ്പോവും കേട്ടോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും താഴെപ്പോവും. അതുപോലെ തന്നെ 2 കൈ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് 2 കൈയും നിറഞ്ഞാകുന്ന പോലെ തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കൽ. അപ്പോൾ ഞാനിതാ ഏകദേശം എല്ലാം ഒരുപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോറിൽ മുക്കുക, അന്നേരം തന്നെ എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. ഓരോന്നോരോന്ന് ഇട്ടിട്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്നായിട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനെ വെച്ചത്. ഇനിയിപ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ എന്തായാലും ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഇതൊരിക്കലും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ പിന്നെ നല്ല ഹീറ്റിൽ ചെയ്തിട്ട് എടുക്കുന്നില്ലല്ലോ. നമ്മളെ വീട്ടിലെ ഗ്യാസിൽ ചെയ്തെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അടി
കട്ടിയുള്ള പാത്രം എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളു നല്ലോണം കുക്കാക്കി എടുക്കുക കേട്ടോ. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പം നമുക്ക് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളും നല്ലോണം കുക്കായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളിതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാത്രം നല്ല കട്ടി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ ചൂട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ലോണം തിളച്ച എണ്ണയായിരിക്കും കേട്ടോ. എന്നേ മാത്രമേ നമുക്ക് ആ ബ്രോസ്റ്റഡിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഇട്ട പാടെ നമുക്ക് നല്ല പോലെ ബ്രോസ്റ്റഡിൻ്റെ ആ ടെക്സ്ചർ കിട്ടും. അതിൻ്റെ അടുത്ത് എൻ്റെ ചിക്കൻ ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോ. ഞാൻ ചിക്കൻ ഇട്ടപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ ഇട്ട് പോയിട്ട് അതുകൊണ്ട് എനിക്ക് ഇളക്കാനൊക്കെ ഭയങ്കര ഇടങ്ങാറായിരുന്നു. എന്നാലും ചിക്കൻ അത്ര പ്രാവശ്യം ഇളക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. നമ്മൾ ചിക്കനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല തിളച്ച എണ്ണയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇട്ടതിന് ശേഷം ആദ്യത്തെ 1.5 മിനിറ്റ് ഒരു സൈഡ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മറച്ചിട്ട് രണ്ടാമത്തെ സൈഡും 1.5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയുള്ള പരിപാടി നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റഡ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ഈ ടെക്സ്ചർ ഉണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തത്. എന്നാലും ഭയങ്കര എരിവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എരിവ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് സൗണ്ട് കാണിച്ചു തരാം. ഇതിൻ്റെ പുറം ഭയങ്കര ക്രിസ്പി ആണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ. നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്സിയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങൂലേ, ഈ ഒരു മണം കേട്ടോ, നല്ല മണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്